നമസ്കാരം, ബ്യൂട്ടി സ്പോട്ടിന്റെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്തുള്ള ഗോൾഡൻ ഐ ബ്യൂട്ടി പാർലറിലാണ്. നമസ്കാരം ചേച്ചി. ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ചെറിയ ബ്രൈഡൽ മേക്കോവർ ആണ്, റിസപ്ഷൻ മേക്കോവർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെവി അല്ല, ലൈറ്റ് ആയിട്ടാണ്, പുള്ളിക്കത്തേക്ക് ലൈറ്റ് ആയിട്ട് മതി എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്ത് പോണത്. ഫസ്റ്റ് വെറ്റ് ടിഷ്യൂ വെച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതൊന്ന് വെറ്റ് ആക്കണം. ഓക്കെ, ഇതിപ്പോൾ വെറ്റ് ചെയ്തു. അടുത്ത് എന്താണ്? നമ്മൾ പ്രൈമറാണ് കൊടുക്കുന്നത്. കാരണം പല കെമിക്കൽ കണ്ടന്റ് ഉള്ളതാണല്ലോ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമർ എന്ന് പറയുന്നത് ശരിക്കും ജെല്ലാണ്, ബീൻ വാക്സ് ജെല്ലാണ് അതിൻ്റെ മെയിൻ കണ്ടന്റ്. അപ്പോൾ അത് ശരിക്കും അതൊരു ലെയർ പോലെ നിൽക്കും, വലിയ ഷീൽഡ് പോലെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ബാധിക്കില്ല. വേറെ ഒരു പ്രശ്നം അത് വരില്ല, കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ അലർജി വരാൻ. നമ്മൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രൈമർ തന്നെ കൊടുക്കാം. പുള്ളിക്കാർക്ക് ഓയിലി സ്കിന്നാണ്. ഇല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോയ്സ്ചറൈസർ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവും. ഇതിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് പ്രൈമർ കൊടുക്കണം, കാരണം ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാരണ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ എത്ര മണിക്കൂർ വരെ എടുക്കും ചെയ്ത് വരാൻ വേണ്ടി? ഫുൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് 2.5-3 hours മിനിമം എടുക്കാം. കാരണം ഹെയർ ഒക്കെ ഇപ്പോൾ മാക്സിമം നല്ല ഫുൾ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ഗുഡ് റിസൾട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ചില 3 hours എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഹെയറിൻ്റെ ഒരു ഇതനുസരിച്ച്. അടുത്ത് എന്താണ് അതിന് നമ്മൾ കൊടുക്കാൻ പോണ കൺസീലറാണ്. കൺസീലിങ് മെയിനായിട്ട് ഈ പാടെല്ലാം എല്ലാം ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, പിമ്പിൾ മാർക്സ് ഉണ്ട്, പിന്നെ പല ഷെയ്ഡ്സിൽ വരുന്ന പല കൺസീലർ. അതിന് നമ്മളിപ്പോൾ നമ്പർ നോട്ട് ചെയ്താണ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കണം. മുമ്പാണെങ്കിൽ ഫെയർ, മീഡിയം, ഡാർക്ക് അങ്ങനെ ഷെയ്ഡുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഗ്രീൻ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. അത് ഓരോന്നും അവരുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അൺഡ്രൈസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ ചിൻ പോർഷൻ അലർജിക് സ്കിന്നുകാർക്കുള്ള തന്നെ നോൺ അലർജിക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ബ്രാൻഡഡ് പ്രോഡക്ട്സ് നമ്മൾ ആദ്യം ഈ ഒരു ക്ലയൻറ്റിനെ കിട്ടിയാൽ അവരെ ആദ്യം എക്സാമിൻ ചെയ്യും. അവരുടെ പ്രശ്നം എന്താണ്, അവർക്ക് എന്തൊക്കെ അലർജി വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മളൊരു 3 months ഒരു ഷെഡ്യൂൾ കൊടുക്കണം അവർക്ക്. കാരണം ഇത്രയും ദിവസം മുന്നേ ഇത് ചെയ്താൽ മാത്രമേ അവരുടെ ഫസ്റ്റ് നമ്മൾ അവർക്കൊരു പ്രശ്നം അവർ പറയും. ബട്ട് അവർക്ക് ഡീറ്റെയിൽ പ്രശ്നം അവർക്ക് അറിയാൻ പറ്റില്ല. ജസ്റ്റ് പ്രശ്നം ഇന്നതാണ് എൻ്റെ ഡ്രൈ സ്കിന്നാണ്, ഓയിൽ, പിമ്പിൾസ് ഉണ്ട്, ഇത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്യുന്നവർക്കാകുമ്പോൾ അവരുടെ പ്രശ്നം ഇത്രത്തോളം ഉണ്ട്, നമ്മൾ ഇന്ന ക്രീം അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് പറ്റില്ല എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്ത് നമുക്കത് മുൻകൂട്ടി കണ്ടാൻ പറ്റും. അതുകൊണ്ട് ഒരു മന്ത് മുമ്പെങ്കിലും നമുക്ക് ആ കസ്റ്റമറിനെ കിട്ടണം, എങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഫോൺ വഴിയോ അങ്ങനെയൊന്നും നമുക്കത് ഡീലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ബ്രൈഡൽസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫേഷ്യൽ എന്താണ്? ഗോൾഡ് തന്നെയാണ് നമ്മൾ നോർമലി ഫെയർ സ്കിന്ന് സജസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു വലിയ ഫെയർ അല്ലാതെ ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളവർക്ക് നമ്മൾ പേൾ, ഡയമണ്ട് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഫെയർ അല്ലാത്തവർക്ക് നമ്മൾ ഒരു 2 months മുന്നേ വരാൻ പറയാറുണ്ട്, കുറച്ചുകൂടി ബ്രൈറ്റ് ആവാൻ. അടുത്ത് നമ്മൾ കൺസീലർ കൊടുത്തു കഴിഞ്ഞു. ഇനി ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. ശരിക്കൊരു ബേസ് അല്ലേ? ബേസാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാം. ഈ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്തൊക്കെ ചെയ്ത് പോകുന്നുണ്ട്, ഡബിൾ ഷെയ്ഡൊക്കെ. കാരണം ഇപ്പോൾ സ്കിന്ന് ഫെയറാണ് പുള്ളിയുടെ, പക്ഷേ കുറച്ച് മാർക്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് അത് ഫൈൽ ചെയ്ത് പോകണം, എങ്കിലേ നമുക്ക് ആ കറക്റ്റ് ഒരു നല്ല റിസൾട്ടായിട്ട് വരുള്ളൂ.
ശരിക്കും സ്പഞ്ച് തന്നെയാണോ? ഇത് ശരിക്കും ബ്ലെൻഡറാണ്. ബ്ലെൻഡർ. അത് ഇച്ചിരി വിറ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ കറക്റ്റ് ബ്ലെൻഡിങ് കിട്ടുള്ളൂ. കാരണം അറ്റ്മോസ്ഫിയർ പലതായിരിക്കും. ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, ബേസി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ബ്ലെൻഡർ വെറ്റായിരിക്കും. ബ്ലെൻഡർ തന്നെയാണോ നല്ലത്? സാധാരണ ബ്രഷ് ആണോ? അതോ? ബ്ലെൻഡറാണ്. ബ്ലെൻഡ് ചെയ്യാൻ അതായിരിക്കും നല്ലത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രഷ് വെച്ച് ചെയ്യാമെങ്കിലും കറക്റ്റ് ബ്ലെൻഡിങ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യണം. അടുത്ത് നമ്മൾ കോമ്പാക്റ്റ് ആണ് കൊടുക്കാൻ പോണത്. ഇതും അവരുടെ സ്കിന്നിൻ്റെ ആവശ്യം അനുസരിച്ച് കൊടുത്താൽ മതി. ഷെയ്ഡ് അനുസരിച്ചല്ലേ? ഷെയ്ഡ് അനുസരിച്ച് അവരുടെ സ്കിന്നിന് എത്രത്തോളം ആവശ്യമുണ്ട് അതൊക്കെ കൊടുക്കാറുള്ളൂ. ശരിക്കും ഓയിലി സ്കിന്നുകാർക്ക് മെയിനായിട്ട് വേണ്ടത് കോമ്പാക്റ്റ് അല്ലേ? അതാണ് നമ്മൾ പ്രൈമർ, മോയ്സ്ചറൈസർ ഫസ്റ്റ് അവോയ്ഡ് ചെയ്യും അവർക്ക്. പിന്നെ പ്രൈമർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെ സ്കിന്നും ഈ പ്രോഡക്റ്റുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഓയിൽ സെക്രീഷൻ അങ്ങ് പകുതി കുറഞ്ഞു. പിന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ ഒഴിവാക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു പ്രശ്നം മാറുന്നുണ്ട്. ഇപ്പോൾ വേറെന്താ പറയുക, അവസാനം നമ്മൾ ആ സെറ്റിംഗ് സ്പ്രേയിൽ അത് ഓക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ, ഇപ്പോൾ ഈ ആൾക്ക് നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കോമ്പാക്റ്റിനെ കാട്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ലൂസൻ്റ് ആണ്. അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഈ പറഞ്ഞ ഓയിൽ സെക്രീഷൻ ഭയങ്കരമായിട്ട് അത് അബ്സോർബ് ചെയ്യും. അടുത്ത നമ്മൾ ചെയ്യാൻ പോണ ഐൻ്റെ മേക്കപ്പാണ്. ഐ മേക്കപ്പ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രൈമർ തന്നെയാണ്. സ്കിന്നിൽ നമ്മൾ കൊടുക്കും പോലെ തന്നെ ഐയിൽ അതിന് സെപ്പറേറ്റ് പ്രൈമറാണ് കൊടുക്കുന്നത്. സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ യൂസ് ചെയ്യണം. അടുത്ത് പ്രൈമർ കഴിഞ്ഞു. നമ്മൾ ഇനി ഐ ഷാഡോ ചെയ്യാനാണ് പോകുന്നത്. ചിലവർ കൺസീലർ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ, ഐ ഷാഡോയുടെ അടിയിൽ തന്നെ. നമ്മളിപ്പോൾ ചെയ്തതിൽ ഐസും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ അടുത്ത നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഐ ഷാഡോ തന്നെയാണ്. ബ്രൈഡലിന് കൂടുതലും ഷൈനിങ് ആയിട്ടുള്ള ഐസ് ആണ്. കൂടുതലും ഗ്ലിറ്റേഴ്സ് ആണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. മെയിനായിട്ട് അവരുടെ ഡ്രസ്സ്, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് അവരുടെ തന്നെ ഒരു ലക്കി ഷെയ്ഡ് അങ്ങനെയൊക്കെ അവർ ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ സജഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്മോക്കി ആണോ ചെയ്യാൻ പോകുന്നത്? ഇവിടെ സ്മോക്കി ആണ് ചെയ്യുന്നത്. ഒരു ഗോൾഡ് ടിൻ്റെ ബേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്മോക്കിയുടെ ഐ ഷാഡോ സ്മോക്കിയുടെ ഐ മേക്കപ്പാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഒരു ഗോൾഡ് ടിൻ്റെ ബേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്മോക്കിയുടെ ഐ ഷാഡോ സ്മോക്കിയുടെ ഐ മേക്കപ്പാണ് ഇവിടെ ചെയ്യാൻ പോണത്. ബ്ലാക്ക് ഷേഡോ. ഐ ജെല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്യണേ. അപ്പോൾ സ്മഡ്ജ് ആവില്ല, സ്മഡ്ജ് പ്രൂഫാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമല്ലോ കുറേ നേരത്തേക്ക്. ഇപ്പോഴത്തെ എല്ലാം ജെൽ ടൈപ്പാണ്. അതിൽ പൗഡർ കണ്ടൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്ത് നിർത്തിക്കോളും. ബ്രൈഡൽ മേക്കപ്പിന് കൂടുതൽ ഐ അല്ലേ ഹൈലൈറ്റ് ആയിട്ട്? ഐ ആണ് ഇപ്പോൾ എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് പറയണത്, ഐ തന്നെയാണ്. പിന്നെ പല ടേസ്റ്റ് ഉള്ളവരാണ്. ഇപ്പോൾ ചിലർക്ക് ഹൈലൈറ്റ് ആവണമെന്നുള്ളവരുണ്ട്.
ഇത് ഐലാഷ് കളറാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചത്. ലാഷസ് കുറച്ചുകൂടി നല്ല ബെൻഡായിട്ട് വൈഡനായിട്ട് വരും. കണ്ണിൻ്റെ ഏറ്റവും ഭംഗി നമ്മൾ ഐലാഷസിലാണ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മളിത് കഴിഞ്ഞിട്ട് ഫേക്ക് ഐലാഷസും വയ്ക്കുന്നുണ്ട്. അടുത്ത കോണ്ടൂറിങ് ആണ്. അപ്പോൾ ഫേസിൻ്റെ ഷേപ്പ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇച്ചിരി ഇപ്പോൾ ബ്രോഡായിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ലീനാക്കാൻ വേണ്ടി തിന്നാക്കാൻ പറ്റും. പിന്നെ മൂക്കൊക്കെ ചിലർക്ക് ഷാർപ്പൻ ചെയ്യാനും മൂക്കൊക്കെ ഷാർപ്പൻ ചെയ്യാനും പിന്നെ ഫേസ് ബോൺസ് അതൊക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. അതെല്ലാം നല്ല ശരിക്കും തിന്നായിട്ട് കിട്ടും. ഫേസ് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാനാണ്. അടുത്ത ബ്ലഷാണ്. ചീക്സിലാണ് കൂടുതൽ മെയിനായിട്ട് അപ്ലൈ ചെയ്യണേ. ശരിക്കും റെഡ് മാത്രമല്ല, ബ്രൈഡ്സിനാണ് കൂടുതലും റെഡിഷ് ആയിട്ടുള്ള ബ്രൈഡ്സിനാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബ്ലഷിങ് നമ്മൾ ശരിക്കും ആങ്കറിങ് അതുപോലെ മോഡലിങ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ മോഡലിങ് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ആ ഒരു കാറ്റഗറി അനുസരിച്ചിരിക്കും. ലൈറ്റായിട്ട് നിങ്ങൾ ഒരു ആങ്കറിങ് ആ ഒരു ഇതിലാണെങ്കിൽ നമ്മൾ ബ്ലഷിങ് ഭയങ്കരമായിട്ട് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ ബ്രൈഡിനെ സംബന്ധിച്ച് അത് ഇച്ചിരി നല്ലോണം കൊടുക്കണം. അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഹൈലൈറ്ററാണ്. ഇപ്പോൾ നേരത്തെ ചെയ്ത കോണ്ടൂറിങ് വന്നിട്ട് ബോൺസിനെ എടുത്തറിയിക്കാനാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കി എക്സസൈസായിട്ട് വരുന്ന ആ ഭാഗങ്ങൾ കുറച്ചുകൂടി നല്ലോണം എടുത്തറിയിക്കുക, ഹൈലൈറ്റ് ചെയ്യുക. ശരിക്കും ഹൈലൈറ്റർ കൊടുത്താലാണ് മെയിനായിട്ട് മേക്കപ്പിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റീനെ കാട്ടിലും. അപ്പോൾ അത് എങ്ങനെ സ്കിന്നിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും? സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ നല്ല എഫക്റ്റ് ചെയ്യില്ലേ? അത് നല്ലതുപോലെ ബാധിക്കും. സെൻസിറ്റീവ് സ്കിന്നാണ് മെയിനായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവരുടെ ആ സ്കിന്നിൻ്റെ ആ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ചില മേക്കപ്പ് ഒന്നും അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ സെൻസിറ്റീവിൻ്റെ പ്രശ്നം ഒട്ടും തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ബ്രാൻഡഡ് ആയിരിക്കണം മെയിനായിട്ട്. രണ്ടാമത്തെ നമുക്ക് ബ്രാൻഡഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഓൺലൈനിൽ കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നത് പോലും മിക്കവാറും ഫേക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പിൻ്റെ പ്രൊഫഷണൽ സ്റ്റോറിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ കൂടുതലും ട്രിവാൻഡ്രത്തൊക്കെ കുറവാണ്. എറണാകുളം, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ബ്രാൻഡഡ് ഹൈലി ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനം, അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടാറുള്ളത്. ലിപ്പ് ലൈനറാണ് അടുത്ത. ബ്രോഡായിട്ടുള്ളതാണ് നമ്മൾ തിന്നാക്കുക. അവരുടെ ലിപ്സ് അനുസരിച്ചാണ് എല്ലാം കൊടുത്തു പോണത്. ചിലവർ ഐ ഷാഡോവിനനുസരിച്ച് ഇപ്പോൾ ഐ ഷാഡോണ് ഐസാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ ലിപ്പ് ഹൈലൈറ്റ് ചെയ്യാറില്ലല്ലോ. ചിലയിടത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഹൈലൈറ്റ് നമ്മൾ ഇവിടുത്തെ ഒരു ട്രെൻഡായിട്ട് അങ്ങനെ വന്നിട്ടില്ല. രണ്ടും ഹൈലൈറ്റ് ഒരുപോലെയാണ്. ഡ്രസ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് അത് നോക്കി ഡ്രസ്സിനനുസരിച്ച് ഐസ് കൂടുതൽ ഇപ്പോൾ റെഡ് വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ റെഡ് ഒരുപാട് വരുന്നുണ്ട്. ഐ ഷാഡോസിന് ഭയങ്കര ബ്രൈറ്റൺ വരുന്നുണ്ട്. ഗ്ലിറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ സെക്ഷനാണ് പോകുന്നത്. ഇത് റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ പുട്ടപ്പ് സ്റ്റൈലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കഴിഞ്ഞ സെഗ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹെയർ നമ്മൾ
ലൈറ്റായിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ചെയ്തത്. ഒരു ഈവനിങ് റിസപ്ഷന് വേണ്ടിയുള്ളതാണ് ഈ ചെയ്തേക്കുന്നത്. താങ്ക് യു ചേച്ചി, ബ്യൂട്ടി സ്പോട്ടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്ര നല്ലൊരു മേക്ക് ഓവർ കാഴ്ചവെച്ചതിന്. ബ്യൂട്ടി സ്പോട്ടിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.